പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയാനുള്ള ആർജവം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കാണിച്ചു. വേണമെങ്കിൽ ചെന്നിത്തലയ്ക്ക് പറയാമായിരുന്നത് എന്റെ മാത്രം പ്രശ്നമല്ല. LDF സർക്കാരും CPM-ഉം ആഘോഷിച്ചത് എന്തായിരുന്നു? രമേശ് ചെന്നിത്തല അവരുടെ വ്യാജ ആരോപണം എന്നായിരുന്നു. ഒരിക്കലുമല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ആ ആരോപണം ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ നാട്ടിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതിരുന്നത്. അത് ഇവിടുത്തെ സെർവറിലേക്ക് അത് മാറ്റപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ടാണ് എന്നുള്ളത് ഈ സർക്കാരിനും അറിയാവുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരിക. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനങ്ങൾ UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. വളരെ മുതിർന്ന നേതാവായ ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന ആ ഒരു റെക്കോർഡ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. 26-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു, 26-ഓ 28-ഓ വയസ്സിലായിരുന്നു അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ ആ ഒരു പ്രവർത്തന പാരമ്പര്യവും പ്രവർത്തന പരിചയവും ഇത്ര ദീർഘകാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ആ ഒരു പരിചയം എന്തുകൊണ്ടും ഇത്തവണ കോൺഗ്രസിനെ നയിക്കുന്നതിന് അദ്ദേഹത്തിന് കരുത്തേകുമെന്ന് തന്നെയാണ് കരുതാൻ കഴിയുന്നത്. പിന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയും അവർ ഒരൊറ്റ മനസ്സോടുകൂടി, അതായത് ഓരോരുത്തർക്കും ഓരോ ജോലി വീതിച്ചു കൊടുത്തിട്ട് തന്നെയായിരുന്നു ചെയ്തത്. ഇതിന് മുന്നേ ഉള്ള ഒരു ഇതിലൊന്നും പല തെരഞ്ഞെടുപ്പുകളും നമ്മൾ കണ്ടതാണ്. അതിലൊന്നിലും തന്നെ ഇങ്ങനെ കോൺഗ്രസിന്റെ ആ ഒരു അച്ചടക്കവും ഐക്യവും ഒന്നും പ്രകടമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായി തന്നെ കാണാമായിരുന്നു. അതിന്റെ ഫലം ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഓരോരുത്തർക്കും ഓരോ ചുമതലയിലേക്ക് ഏൽപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് വീണ്ടും ഒരു അട്ടിമറി വിജയത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ചേച്ചി, അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് KPCC ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അന്ന് CPM സൈബർ ഹാൻഡിലുകളെല്ലാം പറഞ്ഞത് 100 പേരടങ്ങുന്ന കമ്മിറ്റി ഇതൊരു ജംബോ കമ്മിറ്റിയാണെന്നാണ്. പക്ഷെ അതൊരു ജംബോ കമ്മിറ്റി ആയിരുന്നില്ല. വ്യക്തമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിച്ചു. അല്ല, പലരും അത് കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. 100, അതായത് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് ആണ് ലക്ഷ്യം എന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ ഈ എതിരാളികൾ പറഞ്ഞിരുന്നത് ആ കമ്മിറ്റിയിലാണ് 100 തികയ്ക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. എതിരാളികൾ മാത്രമല്ല, മന്ത്രിമാരടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇത്രയും വേഗം 100 തികയുമെന്ന് കരുതിയിരുന്നു. പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. UDF-ന് ഇതുവരെ ഇല്ലാത്ത ഒരു ടീം ഉണ്ടായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ. അത് KPCC-യുടെ അഴിച്ചുപണി മുതൽ ഇങ്ങോട്ട് ഒരു ടീം വർക്ക് ആയിരുന്നു. അവിടെ ഈ പറയുന്ന പോലെ നമ്മൾ CPM എടുത്താൽ അവിടെ ഒരു വ്യക്തിയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നില്ല. ഒരിക്കലും അതൊരു പാർട്ടിയായിരുന്നു, ആൾക്കൂട്ട പാർട്ടിയായിരുന്നു, ആൾക്കൂട്ടമായിരുന്നു. ഇവർ കളിയാക്കിക്കൊണ്ട് ആൾക്കൂട്ട പാർട്ടിയാണെന്ന് പറയുമെങ്കിലും ഈ ആൾക്കൂട്ടമാണ് അതിന്റെ ജയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ തവണ അത് എല്ലാവരും ബോധ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ശശി തരൂരിനോട് ഒപ്പം ഷാഫി പറമ്പിലും എല്ലാം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അണിനിരക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്കുള്ള ഒരു ആദ്യ പടിയായി തന്നെ നമുക്ക് കരുതാവുന്നതാണ്. അല്ല, ഇതിന്റെ അകത്ത് മറ്റു 2 കാര്യമുണ്ട് ചേച്ചി. രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. നമുക്കറിയാം, ഓപ്പറേഷൻ കുബേര പോലെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്ത വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. പിന്നെ ഈ പറയുന്ന പോലെ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വിജയിച്ച ഒരു വ്യക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഭരണപക്ഷത്തിനെതിരെ അദ്ദേഹം അക്കമിട്ട് നിരത്തിയാണ് അഴിമതി ആരോപണങ്ങൾ നടത്തിയത്. വെറും ആരോപണമായിരുന്നില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് തുടർഭരണം ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും, അന്നത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ കോവിഡിന്റെ പാൻഡമിക് സിറ്റുവേഷനിലായിരുന്നു. എന്താണ്, രമേശ് ചെന്നിത്തലായിരുന്നു ശരിയെന്ന് ഈ ഇടക്കാലത്തും കോടതി വരെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവാണെന്ന് സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എണ്ണി പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശരിയായിരുന്നു. കോടതി വിധി വരുമ്പോൾ
LDF സർക്കാരും CPM-ഉം ആഘോഷിച്ചത് എന്തായിരുന്നു? രമേശ് ചെന്നിത്തല അവരുടെ വ്യാജ ആരോപണം എന്നായിരുന്നു. ഒരിക്കലുമല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ആ ആരോപണം ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ നാട്ടിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതിരുന്നത്. അത് ഇവിടത്തെ സെർവറിലേക്ക് അത് മാറ്റപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ടാണ് എന്നുള്ളത് ഈ സർക്കാരിനും അറിയാവുന്ന കാര്യമാണ്. അല്ല ചേച്ചി, അത് മാത്രമല്ല, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷത്തിരിക്കുകയും പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. എനിക്ക് ആ സമയത്ത് രമേശ് ചെന്നിത്തലയോട് തോന്നിയൊരു ബഹുമാനം എന്ന് പറയുന്നത്, പരാജയം, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം വന്ന പരാജയത്തെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറുന്നു, ഈ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയാനുള്ള ആർജവം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കാണിച്ചു. വേണമെങ്കിൽ ചെന്നിത്തലയ്ക്ക് പറയാമായിരുന്നത് എന്റെ മാത്രം പ്രശ്നമല്ല, എന്താണ് കേരളത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ്, ഈ സ്ഥിതിയിൽ എനിക്കൊപ്പം ഈ പറയുന്ന പോലെ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടില്ല, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പാർട്ടിയെ അപമാനിക്കാമായിരുന്നു. അതൊന്നും രമേശ് ചെന്നിത്തല എന്ന വ്യക്തി അല്ലെങ്കിൽ MLA ചെയ്തിട്ടില്ല. അന്നും ഇന്നും അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് ഹരിപ്പാട് MLA ആയിട്ടാണ്, ഇന്നും ഹരിപ്പാടിന്റെ MLA ആണ്. ഈ പറയുന്ന CPM-ന്റെ തരംഗം ഉണ്ടാകുമ്പോൾ, CPM അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് പോലും ഹരിപ്പാടിന്റെ മകനാണ് രമേശ് ചെന്നിത്തല. അത് അന്നും ഇന്നും എന്നും ഹരിപ്പാടുകാർക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ് രമേശ് ചെന്നിത്തല. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പിന്നെ പറയുന്ന പോലെ രമേശ് ചെന്നിത്തല, ശശി തരൂര്, ഷാഫി പറമ്പില്, ഇവരെ 3 പേരെ വെച്ചിട്ട് പുതിയൊരു ടീം ഇറങ്ങുകയാണ്. ഈ ടീമിന് വലിയ പ്രത്യേകതകളുണ്ട്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടിയെ പോലെ സ്വീകാര്യനായ വ്യക്തിയാണ്. കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള മനുഷ്യനാണ്. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമല്ല, അതിനപ്പുറം രമേശ് ചെന്നിത്തല എന്ന വ്യക്തിക്ക് കുറെ സ്വീകാര്യതകളുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയണം. ശശി തരൂര് എന്ന് പറയുന്നത് വിശ്വപൗരനാണ്. ഇതിനൊക്കെ അപ്പുറം 2 മുന്നണിയും, BJP-യും ഇടതുമുന്നണിയും പറയുന്നത് ശശി തരൂർ എപ്പോ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും. ശശി തരൂർ BJP-യിലേക്ക് വരുമെന്ന് ഒരു പക്ഷവും ശശി തരൂർ CPM-ലേക്ക് പോകുന്നു അവരങ്ങനെ അതിന് റെഡിയായി ഉടുപ്പം തയ്ച്ച് കാത്തിരിപ്പാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഇവർ ഇപ്പൊ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശശി തരൂർ പ്രചരണത്തിന് ഇറങ്ങിയപ്പോഴാണ് ഇവരെല്ലാം അതിശയിച്ചു പോയത്. അപ്പൊ അതുകൊണ്ട് ശശി തരൂർ എന്ന് പറയുന്നത് ആൾക്കാരുടെ ഇടയിലേക്ക് വരുമ്പോൾ ഏറെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ശശി. പിന്നെ അത് കഴിഞ്ഞുള്ള ഒരാളെന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. നമുക്കറിയാം ഷാഫിക്ക് കേരളത്തിൽ ഒരു വലിയ സ്വീകാര്യതയുണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടി ഒരു പുതിയ ടീമാകുമ്പോൾ അത് കോൺഗ്രസിനൊരു ഉണർവ് നൽകും. ഇനി എന്റെ ഒരു അഭിപ്രായമാണ്, CPM-ഉം CPI-യും അല്ലെങ്കിൽ ഈ CPM ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്കൊരു ക്യാപ്റ്റൻ ഉണ്ട്, അവർക്കൊരു കപ്പിത്താൻ ഉണ്ട്, അവര് പറഞ്ഞതാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞതല്ല. CPM കപ്പിത്താൻ എന്നും ക്യാപ്റ്റൻ എന്നും ഒക്കെ പറഞ്ഞത് ആരാണ്? CPM തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ അണികളാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ അവര് പറയുന്നത് VD സതീശനായിരിക്കും ഇത് നയിക്കുക എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇതുവരെ ഇല്ലാത്തൊരു ഐക്യമുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ ഒരു മാധ്യമത്തിനോട് ഇന്റർവ്യൂവിൽ പറഞ്ഞു, സാധാരണക്കാരായ ആളുകൾ പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളൊന്ന് പടലപ്പിണക്കം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ എന്താണ് ഈ CPM വിചാരിക്കുന്നത്, അല്ലെങ്കിൽ CPM-ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ കോൺഗ്രസിൽ വളരെയധികം കൂടുതലാണ്. ആദ്യം പറഞ്ഞ പേര് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവര് 3 പേരും മുഖ്യമന്ത്രി കസേരയ്ക്ക് പറയുന്നതെല്ലാം CPM-കാരാ. CPM-കാരാ 3 പേരും കസേര കാണും. അപ്പൊ KC വേണുഗോപാൽ പറഞ്ഞു, ഞാൻ MP ആണ്, ഞാൻ MLA ഇലക്ഷൻ അല്ലെങ്കിൽ ഞാൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ില്ല എന്ന് ഷാർപ്പായിട്ട് പറഞ്ഞു. അപ്പോ ആ വിഷയം കഴിഞ്ഞു. പിന്നെ ഉള്ളത് VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. ഏത് വിധത്തിലെങ്കിലും ഇവരെ തമ്മിലൊന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതല്ല, ആൾക്കാർക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കുക, ഇവർ തമ്മിൽ മത്സരം നടക്കുകയാണ് എന്നൊരു നരേഷൻ ക്രിയേറ്റ് ചെയ്ത് ആൾക്കാർക്കിടയിലേക്ക്, അതായത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിലുപരി ഇവിടെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തീർച്ചയായും. അപ്പൊ VD സതീശന്റെ യാത്ര പോകുമ്പോ പോലും ഏതൊരു മാധ്യമത്തിൽ, എനിക്ക് ഏത് മാധ്യമമാണെന്ന് ഓർമ്മയില്ല, ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ യാത്ര ആരാണ് നയിക്കുന്നത്, ഈ യാത്രയുടെ ക്യാപ്റ്റൻ ആരാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞു, VD പ്രതിപക്ഷ നേതാവിന്റെ യാത്രയാണ് നയിക്കുന്നത്, ടീം UDF ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇപ്പോ ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നത്. ഇത് CPM-ന് എന്താണ് പറയേണ്ടത്? പ്രതിപക്ഷ നേതാവ് ഒരു വശത്ത് പുതുയുഗ യാത്രയുമായി തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്നു, മറുവശത്ത് ഒരു ടീം, ഒരു പുതിയ ടീം, കോൺഗ്രസിന്റെ ഒരു ടീം അരയും തലയും മുറുക്കി ഇറക്കുന്നു. അതിനുവേണ്ടി അതിന്റെ മുന്നിൽ നിൽക്കാൻ രമേശ് ചെന്നിത്തല ഇനി എന്ത് പറഞ്ഞാണ് CPM ഒന്ന് സമാധാനിക്കുക? CPM-ന്റെ സമാധാനം പോയില്ലേ? അതല്ല, ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഈ UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? സോൺ വൈസ് തിരിച്ചിട്ട് അവിടെ ഓരോരുത്തർക്കും ചുമതല കൊടുത്ത് അവർ കാര്യമായി അത് നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ പുതിയൊരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം അവർ ഭയപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് അവിടുന്ന് ഇവിടുന്നും മുഖ്യമന്ത്രി കസേരയ്ക്കായി അടി നടക്കുന്നു എന്ന രീതിയിലുള്ള കുപ്രചരണങ്ങൾ. അല്ലേ, കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അത് AICC ആവട്ടെ KPCC ആവട്ടെ, എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്,
തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരിക, തിരുവനന്തപുരത്ത് എന്താണ് കോൺഗ്രസിന്റെ മന്ത്രിസഭ ഉണ്ടാക്കുക, ഇതാണ് ലക്ഷ്യമെന്നാണ്. അവിടെ ആരും മുഖ്യമന്ത്രി ആകണമെന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പോലും CPM ആണ് ആരാണ് അവർക്കാണ് ആശങ്ക, ഇനി ആര് മുഖ്യമന്ത്രി ആക്കണമെന്നുള്ള കുറിച്ച് അവർക്ക് ടെൻഷനാണ്. കാരണം അവർ തന്നെ ഉറപ്പിച്ചു അവർക്ക് ആവാൻ പറ്റില്ല. അല്ല, മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പൊ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ കൂടുതലുള്ളത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് CPM-ലാണെങ്കിലോ പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിൽ അധിഷ്ഠിതമാണ്, CPM അല്ല പിണറായി വിജയൻ എന്ന പാർട്ടി എന്ന് പറയുന്ന രീതിയിലേക്ക് ആ പാർട്ടി പോയിട്ടുമുണ്ട്.